വെച്ചാല് കുറച്ച് ബുദ്ധിമുട്ടുള്ള റൂട്ടാണ്. നമ്മുടെ അതിഥി മീനു ആൻഡ്രിയ 2022 ഒക്ടോബർ 21 ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന പർവ്വതവും ഉയർന്ന അഗ്നിപർവ്വതവുമായ കിളിമഞ്ചാരോ കീഴടക്കിയ ആളാണ്. മീനു കൈവരിച്ചത് അവരുടെ വ്യക്തിപരമായ ഫലപ്രാപ്തിയോടൊപ്പം മറ്റുള്ളവർക്കും മാതൃകയായതും അനുകരണീയമായ നേട്ടമാണ്. സ്വപ്നത്തെ അനുഗമിച്ച് നിധി തേടിപ്പോയ സാന്റിയാഗോയുടെ തിരിച്ചറിവാണ് പൗലോ കോലയുടെ ആൽക്കമിസ്റ്റ് പറയുന്നത്. അവസാനം അവൻ കണ്ടെത്തുന്ന നിധി എന്നത് സഞ്ചരിച്ച വഴികളും അവ നേടിത്തന്ന അറിവുമാണെന്നാണ്. നിങ്ങളൊരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നിങ്ങളോടൊപ്പമുണ്ടാകും. കിളിമഞ്ചാരോ കീഴടക്കുന്നതിന് 1 വർഷം മുമ്പ് വരെയും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന വ്യക്തിയായിരുന്നിട്ടുകൂടി അവരുടെ തീവ്രമായ ആഗ്രഹത്തിന് പ്രപഞ്ചം തന്നെ വഴിയൊരുക്കി കൊടുക്കുകയായിരുന്നിരിക്കണം. മീനു ആൻഡ്രിയെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. സജീവത്തിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ഒരു ട്രക്കിങ്ങിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ട്രക്കിങ്ങിലേക്ക് ഒരു 2021 കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും തോന്നുന്നു. 3ാമത്തെ മോനൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതൊക്കെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് നടത്തുകയും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സംബന്ധമായിട്ട് പതുക്കെ പുകുഹിലിനെ പറ്റി കേൾക്കുകയും അത് ക്ലൈംബ് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ട്രക്കിംഗ് ഇതിലേക്ക് വന്നു. അത് അങ്ങനെയാണ് ട്രക്കിംഗ്. അതിനായിട്ട് ഞാനൊരു ട്രക്കിംഗ് ഗ്രൂപ്പ് കണ്ടുപിടിച്ച് അതിൽ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തു. അവരുമായിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ അത് ആകസ്മികമായി സംഭവിച്ചാണ്, അതായത് ഇങ്ങനെ യാദൃച്ഛികമായിട്ട് പുകുവിൽ പോകാനിടയായി. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആണ് അതിനെപ്പറ്റി ആദ്യം കേട്ടു ഞാൻ. അത് ക്ലൈംബിൾ ആണെന്ന് ആൾക്കാര് അപ്പോഴേക്കും അതൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് തുടങ്ങുമായിരുന്നു. അതൊരു ടൂറിസ്റ്റ് സംഭവമായിട്ട് തുടങ്ങിയിട്ട് ആൾക്കാര് ക്ലൈംബ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്താണ് നമ്മൾ അതിനെപ്പറ്റി കേട്ടറിഞ്ഞിട്ട് ഞാനൊരു ഗ്രൂപ്പിൽ അംഗമായി. അപ്പൊ അവര് പുകുവിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പുകുവിൽ കയറി. അങ്ങനെ അതിന് മുമ്പായിട്ട് വേറെ ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിരുന്നോ? സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ സ്പോർട്സിലും എന്ന് വെച്ചാൽ ഫാമിലി വൈസ് ആയിട്ട് വീട്ടിലെല്ലാവരും സ്പോർട്സിലോട് കമ്പമുള്ള ആൾക്കാരാണ്. എൻ്റെ ഏട്ടന്മാരെല്ലാം സ്പോർട്സ്, ഫുട്ബോള്, ക്രിക്കറ്റ്, അത് പിന്നെ അത്ലറ്റിക്സിലെല്ലാം മുന്നിട്ടുന്ന ആൾക്കാരാണ്. അപ്പം ഞാനും സ്കൂൾ കാലഘട്ടത്തിലെല്ലാം അതിൽ ഇൻവോൾവ് ആയിരുന്നു. എന്ന് വെച്ചാൽ പിന്നെ ഒരു കോളേജ് ലെവലിലൊന്നും നമ്മൾ പോയിട്ടില്ല. എന്തൊക്കെയായിരുന്നു ഒരു സാധാരണ ചലഞ്ചസ് ഫേസ് ചെയ്തത് ട്രക്കിംഗ് ചെയ്യുന്ന സമയത്ത്? അത് ഇൻ ടേംസ് ഓഫ് നോർമൽ ആയിട്ടുള്ള ലോക്കൽ ട്രക്കിംഗ് ആവാം, അല്ലെങ്കിൽ മീനു സബ്മിറ്റ് ചെയ്ത കിളിമഞ്ചാരോയിൽ ചെയ്തപ്പോൾ എന്തൊക്കെയായിരുന്നു നേരിടേണ്ടി വന്ന ചലഞ്ചസ് എന്ന് പറയാൻ പറ്റും? ലോക്കൽ ട്രക്കിങ്ങിൽ എനിക്ക് ചലഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രക്കും ബുദ്ധിമുട്ടുള്ള ഒന്നും ട്രക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കിളിമഞ്ചാരോ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഓൾട്ടിറ്റ്യൂഡ് അതൊരു കൺസേൺ തന്നെ. ഒരു 4500 മീറ്ററിന് മുകളിലോട്ടൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് ഓൾട്ടിറ്റ്യൂഡ് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ മറികടക്കുക എന്നുള്ളത് ഫിസിക്കലി ഫിറ്റ് ആവുന്ന ആൾക്കാർക്കും അത് ചലഞ്ചാണ്. മീൻസ് എങ്ങനെ അതിനെ മറികടക്കാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മള് കൂടുതൽ വെള്ളം കുടിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, പിന്നെ ഒന്നും പറയാനൊക്കത്തില്ല. ആർക്കൊക്കെ അഫക്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നും. എന്തോ ദൈവം സഹായിച്ചിട്ട് എനിക്ക് കുഴപ്പമുണ്ടായില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനൊക്കുള്ളൂ. കാര്യം എന്നെക്കാളും മോട്ടിറ്റ്യൂഡ് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര സമയം ചെലവഴിക്കാറുണ്ട് ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്? ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ കൂടുതലായിട്ട് ഒരു 2.5-3 മണിക്കൂർ ഒരു ദിവസം ചെലവഴിക്കും. രാവിലെ ടൈം അല്ല, ഞാൻ വൈകുന്നേരം ടൈമാണ് അതിനായിട്ട് തന്നിരിക്കണം. ഇപ്പൊ ഒരു 5 തുടങ്ങി 7-7:30 വരെയൊക്കെ ഞാൻ കൃത്യമായിട്ട് പോകും. ആഴ്ചയിൽ ഞാനൊരു 5 ദിവസമെങ്കിലും പോയിരിക്കും. 5-4 ദിവസങ്ങളിൽ പോയിരിക്കും. കൂടുതൽ ഞാൻ റണ്ണിങ്ങും നടത്തൊക്കെയാണ് അതിനായിട്ട്. ഞാൻ ജിമ്മിലൊന്നും പോവാറില്ല. അതിന് ഇതാക്കുന്നത്.
പ്രത്യേകിച്ച് വേറെ ട്രെയിനിങ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. വേറെ എന്തെങ്കിലും ഇൻഡോർ ഗെയിംസ് കളിക്കുന്നുണ്ടോ ഇതല്ലാതെ, അതോ ഈ റണ്ണിങ്ങും വാക്കിങ്ങും അത്രേ ഉള്ളൂ. ഞാൻ ചിലപ്പോ വീട്ടില് ജംപ് റോപ്പ് ചെയ്യാറുണ്ട് രാവിലെ ടൈം, സമയം കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം. നമ്മൾ ഇതുപോലെ ട്രക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാ എസെൻഷ്യൽ ആയിട്ട് പാക്ക് ചെയ്യാറ്? അതായത് എസ്പെഷ്യലി ട്രിപ്പ് ലൈക്ക് കിളിമഞ്ചാരോ, ട്രിപ്പിനാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. മീൻസ് ലേയേഴ്സ് എന്ന് വെച്ചാല് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചൂട് വരുമ്പോൾ നമുക്ക് ലെയർ ചെയ്തിട്ടാണ് വസ്ത്രങ്ങൾ ധരിക്കേണ്ടത്. ഫ്ലീസ് ലെയർ വേണം. അതിനു മുമ്പ് നമുക്കൊരു ഫ്ലീസ് ജാക്കറ്റ്, അതിന് മുകളിൽ ഇപ്പം സബ്മിറ്റ് ചെയ്യണ നൈറ്റിലൊക്കെ നമുക്ക് സബ്മിറ്റ് ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു ജാക്കറ്റും അതിന്റെ ഒരു ഇതൊക്കെ വേണ്ടി വരും. പിന്നെ ഹൈക്കിംഗ് പോൾസ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചില ഘട്ടങ്ങളിലൊക്കെ അത് നന്നായിട്ട് സഹായിക്കും. ഇല്ലാതെ ചെയ്യുന്നവരും ഉണ്ട്. ഹൈക്കിംഗ് പോൾസ് ഇല്ലാതെ എന്ന് വെച്ചാൽ അത്രയ്ക്കും ഇതായിട്ടുള്ള ആൾക്കാർ അത് പോൾസ് യൂസ് ചെയ്യാതെ ക്ലൈംബ് ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷെ എന്നെ അത് ഹെൽപ്പ് ചെയ്തെന്ന് വേണം പറയാൻ. എനിക്ക് കുറെ അധികം സ്ഥലങ്ങളിലൊക്കെ അത് ഹെൽപ്പ് ചെയ്തു ഹൈക്കിംഗ് പോൾസ്. പിന്നെ നല്ലൊരു ട്രക്കിംഗ് ഷൂ അത്യാവശ്യമാണ്. ട്രക്കിങ്ങിന് മാത്രമായിട്ടുള്ള ഷൂ, അതൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഷൂ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അല്ലാത്ത പക്ഷം മഞ്ഞ്, തണുപ്പ്, വെള്ളം, മഴ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഷൂ നനയും. കാല് നനഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ഫ്രോസ് ബൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വൂളൻ സോക്സ് 5-6 ധരിക്കേണ്ടി വരും ദിവസവും. അതെന്ന് വെച്ചാല് നമ്മുടെ കാലിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ആവും ഫ്രോസ് ബൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ലൊരു ഷൂ എന്ന് വെച്ചാല് ഫ്രണ്ടിൽ കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഉള്ള ഒരു ഷൂ, നമ്മളുടെ സൈസിനേക്കാളും കുറച്ചും കൂടി ഒരു വലിയ ഷൂ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. കാര്യം മുകളിലോട്ട് പോകുന്തോറും അല്ലെങ്കിൽ തണുപ്പ് കൂടുമ്പോഴും നമ്മൾക്ക് സോക്സുകളും ലെയർ ചെയ്തൊക്കെ ഉപയോഗിക്കേണ്ടി വരും. 4 സോക്സ് ഒക്കെ ഇടേണ്ടി വരും. അപ്പൊ അതിനുള്ളൊരു സ്പേസ് കണ്ടെത്തിയിട്ടുള്ള ഒരു ഷൂ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ സൈസിനേക്കാളും കുറച്ചുകൂടിയിട്ടുള്ള ഒരു ഷൂ, നല്ല ഗ്രിപ്പുള്ള ഷൂ. അങ്ങനെയൊക്കെ. പുകു കയറിയ ഉടനെ കയറാൻ പറ്റുമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഹനാങ് കയറിയപ്പോ ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കിളി ചെയ്യണം, അല്ലെങ്കിൽ അതിന് മുന്നേ മേരു ചെയ്യാന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് മേരു ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ നേരിട്ട് കിളി ചെയ്യാം. പക്ഷെ അത്രയും ട്രെയിൻ ചെയ്യണമെന്ന് മാത്രം. അപ്പൊ ഞാൻ അതിന് കുറച്ചും കൂടെ സമയം കണ്ടെത്തി, കുറച്ചും കൂടെ സമയം എടുത്ത് ട്രെയിൻ ചെയ്തെന്ന് വിചാരിക്കും. അല്ലാതെ നേരെ കിളിയിലേക്ക് പോകാൻ പറ്റില്ല നമുക്ക് പൂവ് കയറിയതുകൊണ്ട്. തീർച്ചയായിട്ടും. പിന്നെ എത്ര സമയം എടുത്തു കിളി കയറാനായിട്ട്? ഞാൻ മച്ചാമെ റൂട്ടാണ് സെലക്ട് ചെയ്തത്. ഏറ്റവും സീനിക് ആയിട്ടുള്ള 2-3 റൂട്ടുകളിൽ ഒന്നാണ് മച്ചാമെ റൂട്ട്. മച്ചാമെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു വിസ്കി റൂട്ട് എന്ന് പറയാം. എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള റൂട്ടാണ്. എനിക്ക് ചലഞ്ചസ് ഇഷ്ടമായത് കാരണം ആ റൂട്ട്, അതുപോലെ ഏറ്റവും സീനിക് ആയിട്ടുള്ള റൂട്ടുകൾ ഒന്നാണ് മച്ചാമയും ലമോഷോ റൂട്ട് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മച്ചാമെ റൂട്ട് ഞാൻ സെലക്ട് ചെയ്തു. മച്ചാമെ റൂട്ടിൽ പോയി ടെന്റിൽ താമസിക്കണം. മറ്റേ മറാങ് റൂട്ടൊക്കെ ചൂസ് ചെയ്താൽ നമുക്ക് ഡോർമെട്രികളുണ്ട്, സംവിധാനമുണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് കിടന്നുറങ്ങിയത്. ടെന്റില് ആണ് കിടക്കേണ്ടത്. പിന്നെ എനിക്ക് ബറാങ്കോ വോൾ ക്ലൈംബ് ചെയ്യണമെന്നുള്ളത്, അതൊരു വോൾ ക്ലൈംബിങ് മാതിരിയാണ്. എന്ന് വെച്ചാൽ എഡ്ജൊന്നും ഇല്ലാത്തൊരു പ്രദേശത്തൂടെയാണ്. അവിടുന്ന് ഒത്തിരി പേര് മരിച്ചു പോയിട്ടൊക്കെ ഉണ്ട് അവിടുന്ന്. അപ്പൊ ആ ഒരു റിസ്ക് ഒക്കെ എടുത്ത് അതിന്റെ അകത്തൂടെയൊക്കെ പോകണമെന്ന്. അപ്പൊ ആ ഒരു റൂട്ട് ചൂസ് ചെയ്യുമ്പം എല്ലാ കിളിമഞ്ചാരോടെ എല്ലാ ക്ലൈമറ്റ് സോൺസും വേർതിരിച്ച് നമുക്ക് മനസ്സിലാവാനും, അതുപോലെ തന്നെ ബറാങ്കോ വോൾ ക്ലൈംബ് ചെയ്യുക, അതിന്റെ ഒരു ഡ്രീമായിരുന്നു. അത് ഇത് ചെയ്യുക. അപ്പൊ അതൊക്കെ ഉള്ളത് പറഞ്ഞാൽ അത് ആ ചലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ ആ മച്ചാമെ റൂട്ട് ചൂസ് ചെയ്തത്. അപ്പൊ ഞാനത് മച്ചാമെ റൂട്ട് ചെയ്യുമ്പോ 5 to 7 days ആണ്. എന്ന് വെച്ചാല് 5th ഡേ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു, 2 days കൊണ്ട് നമ്മൾ ഡിസെൻഡ് ചെയ്യുന്നു. അപ്പൊ 7 ദിവസം കൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത്. 5th ഡേ ഞാൻ സബ്മിറ്റ് ചെയ്തു, ടോപ്പിലെത്തി. നമ്മള് സാധാരണ ഇങ്ങനെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കയറുമ്പോഴേ എനിക്ക് തോന്നുന്നു യാത്രയാണ് കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യാൻ തോന്നുന്നില്ലേ? മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ആളുകൾ തിരിച്ചു വരും താഴേക്ക്. ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ അധികം നേരം സ്പെൻഡ് ചെയ്യില്ല അല്ലെ? അല്ല, അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലത്തെ ഒരു ഹാർഷ് വെതറാണ് അവിടെ. നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല.
അതുപോലെ അവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. നമ്മൾ ബറാഫു ക്യാമ്പിൽ എത്തുന്നതോടുകൂടി നമ്മൾ 4600 സംതിങ് അല്ലെങ്കിൽ 4800 ആ ഒരു ഇതിലെത്തുവാണ്. അപ്പൊ ആ ഒരു ഇതില് ഓക്സിജൻ ലെവല് ഭയങ്കര കുറവായത് കാരണം നമുക്ക് അവിടെ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല. ആ ക്യാമ്പിൽ എത്തിയാൽ നമ്മൾ അന്ന് രാത്രി സബ്മിറ്റ് ചെയ്യുന്നു. 2 hours 3 hours മാക്സിമം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് വേണേ ഉറങ്ങാൻ റെസ്റ്റ് എടുക്കാം, പക്ഷെ ഉറങ്ങാൻ പറ്റത്തില്ല. ആ ഒരു വെതർ ഹാഷ് വെതറാണ്, ഭയങ്കര കാറ്റും തണുപ്പും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ ഡിസെൻഡ് ചെയ്ത് ഒരു 3000 meters എത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസെൻഡ് ചെയ്ത് താഴെ വരണം. അതുകൊണ്ട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോർഷനിലെത്തി നമ്മൾ ഫോട്ടോസ് എടുത്തു. അവിടെ നമ്മൾ ക്യാമ്പ് ചെയ്യുന്നില്ല, നമ്മൾ എത്രയും വേഗം തിരിച്ചിറങ്ങുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ അവിടെ ഉറങ്ങാൻ സാധിക്കില്ല, നമുക്ക് ഉറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ മീൻസ് ഉറങ്ങിയാല് അതിന്റെ അപ്പം എന്തായാലും ഞാനൊരു 10 മിനിറ്റിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തെന്ന് തോന്നുന്നു. കുറച്ച് ഫോട്ടോസ് എടുത്തു. എന്റെ കൂടെയുള്ള ഒരാള് എത്താനുണ്ടായിരുന്നു. എന്നിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഞാൻ അപ്പൊ തന്നെ ഇറങ്ങാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അന്ന് രാത്രിക്കുള്ളിൽ അടുത്ത ഹൈ ക്യാമ്പിൽ 3000 meters ഇറങ്ങി എത്തിയാലേ അവിടെ സ്റ്റേ ചെയ്യണം. അപ്പൊ അത് ഇരുട്ടുന്നതിന് മുമ്പ് എത്തണം. എന്ന് വെച്ചാൽ പിന്നെ തലേദിവസവും ഒട്ടും റെസ്റ്റ് ഇല്ല. 24 hours നമ്മളൊരു 3 to 4 hours മാത്രമേ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. നൈറ്റ് ഫുള്ളും ക്ലൈംബ് ചെയ്യായിരുന്നു അന്ന്. സമ്മിറ്റ് നൈറ്റ് ഇസ് ടു ഡിഫിക്കൽട്ട്. എനിക്ക് തോന്നുന്നു രാവിലെ ഏകദേശം 9 മണിക്ക് എത്തിയെന്ന് തോന്നുന്നു അല്ലേ? രാവിലെ 9 മണിക്കാണ്. ഞാൻ 9:02 പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റിൽ അവർ ആ 9 o'clock എന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. 9:02 ഞാൻ ആ പിക്ചർ എടുത്ത് നോക്കുമ്പോൾ 9:02 ഞാൻ അവിടെ എത്തിയത്. പിന്നെ നമ്മൾ ഇതുപോലെ ഹൈക്കിംഗ് അല്ലെങ്കിൽ ട്രക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുള്ള ഭക്ഷണമാണ് നമ്മൾ കയ്യിൽ കരുതുന്നത്? നമ്മൾക്ക് നമ്മളുടെ ഒരു ട്രക്കിംഗ് കമ്പനിയാണല്ലോ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം കയ്യില് ഈ ഇത്രയും ഓൾട്ടിറ്റ്യൂഡുള്ള ട്രക്കുകൾക്കൊന്നും നമ്മൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പോകാൻ സാധിക്കില്ല. നമ്മളൊരു സർട്ടിഫൈഡ് ഗൈഡിന്റെ കൂടെ മാത്രമേ കിളിമഞ്ചാരോ പോലെയുള്ള വലിയ പർവ്വതങ്ങൾ ക്ലൈംബ് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ട്, അവർ നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ. അപ്പം രാവിലെയും വൈകുന്നേരവും നമുക്ക് എന്താണേലും ഹോട്ടായിട്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടും. സൂപ്പുകള്, വെജിറ്റബിൾ സൂപ്പ്, അങ്ങനെ ചിക്കൻ ഉണ്ടായ ദിവസങ്ങളുണ്ട്. ഒരു ദിവസം പിസ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ രാവിലെയും രാത്രിയും നമുക്ക് ഡിന്നറും ഇതും ചൂടായിട്ടുള്ള ഭക്ഷണം കിട്ടും. പിന്നെ ലഞ്ച് ടൈമിൽ എന്തെങ്കിലും ബനാനയോ ബിസ്ക്കറ്റ് എന്തെങ്കിലും ചോക്ലേറ്റ് എന്തെങ്കിലും ഒക്കെ ഒരു കരുതിയിട്ടുണ്ടാവും നമുക്ക് വേണ്ടി. പിന്നെ വെള്ളം കരുതുക, അതൊക്കെയാണ് ഇതാവുന്നത്. People will be definitely get inspired from your experience. അപ്പോ ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതെ, നമ്മൾ നന്നായി ട്രെയിൻ ചെയ്യുക, ഇതാക്കുക. പിന്നെ കൂടുതൽ ലേഡീസ് ഇതുപോലത്തെ കാര്യങ്ങളിലോട്ടൊക്കെ ഇറങ്ങിത്തിരിക്കണമെന്ന് താല്പര്യമുണ്ട്. പിന്നെ ഒത്തിരി കഴിവുള്ള വീട്ടമ്മമാര് ഞാൻ ജോലിയൊന്നും ഇല്ലാത്ത ആളാണ്, ഇപ്പൊ തൽക്കാലം ജോലിയൊന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടല്ലോ. ഇപ്പൊ ട്രക്കിംഗ് എന്ന് മാത്രമല്ല, ഓരോരുത്തർക്കും എംബഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിവുകളില്ലാത്ത 100,000 കഴിവുകളുള്ള ആൾക്കാരായിരിക്കും നമ്മൾ വീട്ടമ്മമാരെന്ന് പറഞ്ഞ് വീട്ടിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ. അവർക്ക് എന്താണ് സ്വന്തമായിട്ട് കഴിവുകൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. അത് കഴിവുകളെ കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് ഒരു സമയം മാറ്റിവെച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്താ അതിനെ പ്രോത്സാഹിപ്പിക്കുക. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ജീവിതത്തിലും ലൈഫ് ചേഞ്ചിങ്, അവർക്ക് ഭയങ്കര സന്തോഷം അതുവഴി അതൊക്കെ കിട്ടും. ഒരു ആത്മസംതൃപ്തി. വീട്ടുകാരുടെ സപ്പോർട്ടും കൂടെ വേണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യം. വീട്ടിലുള്ളവരും കൂടെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് കൊണ്ട് എനിക്ക് അതിൽ ഇതാണ്, ഞാൻ ഹാപ്പിയാണ്. കാണുന്നവരുടെ അറിവിലേക്ക് മിനു ആക്ച്വലി ടാൻസാനിയയില് കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണ്. അതിനെ കുറിച്ച് പറയാമോ? അതെ, ഞാൻ 2008 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്റെ ജോലി ആവശ്യത്തിനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഒരു 15 വർഷം കഴിഞ്ഞു നമ്മളിവിടെ സ്ഥിരമായിട്ടുണ്ട്. എനിക്ക് ഹസ്ബൻഡും 3 മക്കളുമാണ് ഉള്ളത്, 2 പെൺകുട്ടികളും 1 മോനും.
അപ്പോൾ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി മീനു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം. ഓരോരുത്തർക്കും അവരവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. എന്ത് വേണം എന്ന് തീരുമാനിക്കുക. ജീവിതത്തിൽ എന്തൊക്കെ നേടണമെന്ന് കൃത്യമായി തീരുമാനമെടുത്തവർക്ക് അത് നേടാൻ കഴിയൂ. ചെയ്യുന്ന കാര്യങ്ങൾ ഏകാഗ്രതയോടെ ചെയ്യുക. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നല്ലത് കാണുക. നമ്മുടെ ജീവിതയാത്രക്കിടയിൽ നിരവധി സുന്ദര മുഹൂർത്തങ്ങൾ നാം നഷ്ടപ്പെടുത്താറുണ്ട്. പ്രവർത്തനങ്ങളില്ലാത്ത സ്വപ്നം നിഷ്ഫലമാണ്. സ്വപ്ന നേട്ടങ്ങൾക്കായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. പഠനം ഒരു ശീലമാക്കൂ. പുതിയ അറിവുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും മാത്രമേ പരിവർത്തനം സാധ്യമാകൂ. പരാജയങ്ങളെ ഭയപ്പെടാതിരിക്കുക. പരാജയങ്ങൾ പുതിയ അറിവും അനുഭവവും നൽകുന്നു. വീണ്ടും ശ്രമിക്കുക. ഇതുവരെ ചെയ്യാത്ത പുതിയ കാര്യങ്ങൾ ചെയ്യുക. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം കൈവരിക്കാൻ കഴിയും. ലക്ഷ്യത്തിൽ എത്തിച്ചേരും വരെ സ്വപ്നത്തെ പിന്തുടരുക. ശ്രമത്തിൽ നിന്ന് പിന്മാറരുത്.